ഗൈസ് നമ്മുടെ സോളാർ സിസ്റ്റത്തിലോട്ട് ഏലിയൻസ് വന്നോ? അതോ ഇനി ഏലിയൻസ് നമ്മൾ ഒബ്സർവ് ചെയ്യുക? സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3A അറ്റ്ലസ് എന്നൊരു ഇൻഡസ്റ്റെല്ലാർ ഒബ്ജക്റ്റ് നമ്മുടെ സൗരയൂഥത്തിലെത്തി. അതായത് നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ പുറത്തുനിന്ന് സഞ്ചരിച്ച് ഇപ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റത്തിലെത്തിയ ഒരു വാൽനക്ഷത്രമാണ് 3A അറ്റ്ലസ്. ഇതിനു മുമ്പും ഒമുവ, ബോറിസോ എന്നിങ്ങനെയുള്ള ഇൻഡസ്റ്റെല്ലാർ ഒബ്ജക്റ്റ് നമ്മുടെ സൗരയൂഥത്തിലൂടെ കടന്നു പോയിരുന്നു. പക്ഷേ ഇതിനെന്താ ഇപ്പോൾ ഇത്ര പ്രാധാന്യം നൽകുന്നതെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം അതൊരു ഇൻഡസ്റ്റെല്ലാർ ഒബ്ജക്റ്റ് ആണ്. അതിനെപ്പറ്റി കൂടുതൽ പഠനങ്ങൾ നടത്തുന്നത് നമുക്ക് നമ്മുടെ സൗരത്തിന് പുറത്തുള്ള ഒരുപാട് കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കാൻ കഴിയും. ജൂലൈ 1, 2025 അറ്റ്ലസ് ടെലസ്കോപ്പ് ആണ് നൈറ്റ് സ്കൈ സർവേ നടത്തുമ്പോൾ ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഈ ഒരു കോമറ്റിനെ കണ്ടെത്തുന്നത്. വേഗതയിൽ സഞ്ചരിക്കുന്ന എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം 61 km/s വേഗതയിലാണ് ഇത് സഞ്ചരിക്കുന്നത്. അതുമാത്രമല്ല, ഇത് പോകുന്ന ട്രജക്ടറി നോക്കിക്കഴിഞ്ഞാൽ അത് ഓൾറെഡി ഡിറ്റർമൈൻഡ് ചെയ്ത പോലെയാണ്. ഒക്ടോബർ 3 മാർസിന്റെ അരികിലൂടെയും ഒക്ടോബർ 27 സൂര്യന്റെ അടുത്തൂടെയും കടന്നു പോകും. സൂര്യന്റെ അരികിലെന്ന് പറയുമ്പോഴത്തേക്കും അത് സൂര്യനായിട്ട് വരുന്ന ക്ലോസസ്റ്റ് അപ്രോച്ച് പോലും നമ്മുടെ ഭൂമിയുടെ ഭ്രമണപഥത്തിനും അപ്പുറമായിരിക്കും. സാധാരണ കോമറ്റുകളെ സംബന്ധിച്ച് ഇത് സൂര്യന്റെ അടുത്തെത്തുമ്പോൾ സബ്ലിമേഷൻ സംഭവിക്കും. അത് മാത്രമല്ല, ഈ കോമറ്റിലുള്ള പാർട്ടിക്കിൾസിൽ സൺലൈറ്റ് തട്ടി അത് സണ്ണിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ഒരു വാല് രൂപപ്പെടും, റേഡിയേഷൻ പ്രഷർ കാരണം. പക്ഷേ ഈ ഒരു കോമറ്റിനെ സംബന്ധിച്ച് സൂര്യന്റെ അതേ ഡയറക്ഷനിലായിരുന്നു ഇതിന്റെ വാളുണ്ടായിരുന്നത്. ഈ ഒരു കോമറ്റിൽ നിക്കലിന്റെ പ്രസൻസ് കണ്ടെത്തി. പക്ഷേ അതിനോടനുസരിച്ച് അയണിന്റെ പ്രസൻസ് കണ്ടെത്താൻ പറ്റിയില്ല. അതായത് സാധാരണ നാച്ചുറലി അയണിനോടൊപ്പം തന്നെ നിക്കലും കാണാറുണ്ട്. ലൈക്ക് ഈ ഒരു കോമറ്റിനെ പറ്റി കൂടുതൽ പഠിക്കുമ്പോഴത്തേക്കും എന്തോ ഒരു കൃത്രിമത്വം തോന്നും. ഇതൊക്കെ കൊണ്ടാണ് ഇതൊരു ഏലിയൻ സ്പേസ് ഷിപ്പ് ആയിരിക്കാം എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇതിനെപ്പറ്റി കൂടുതൽ പഠനങ്ങൾ നടത്താതെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ 2026 ആകുമ്പോഴത്തേക്കും ഇത് ജൂപ്പിറ്ററിന്റെ അടുത്തൂടെ കടന്നു പോവുകയും അതിനുശേഷം എന്നേക്കുമായിട്ട് നമ്മുടെ സൗരയൂഥം വിട്ടു പോവുകയും ചെയ്യും.